കണ്ടോ, വലിയൊരു പെട്ടിയാണ്. അപ്പം ഈ വലിയൊരു പെട്ടി നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐക്കോണാണെന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, വലിയൊരു പെട്ടിയാണ്. അപ്പം ഈ വലിയൊരു പെട്ടി നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഈ പെട്ടി നമുക്ക് അയച്ചു തന്നത് നന്ദൂട്ടൻ്റെ ശ്രീമമ്മിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, യു കെയിലുള്ള നമ്മുടെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകൾ നന്ദൂട്ടിന് അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് അവളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അവൾ ഭയങ്കര എൽസയുടെ ഫാനാണ്. അങ്ങനെ ചേച്ചി അന്നയും നന്ദു എൽസ എന്നാണ് ഇവർ തമ്മിൽ പറഞ്ഞ് വീഡിയോ കോളൊക്കെ വിളിച്ച് കളിക്കുന്നത്. അങ്ങനെ നന്ദൂട്ടിന് വേണ്ടി അയച്ചു തന്നെ ഒരു ഗിഫ്റ്റാണ്. ഇച്ചിരി വലിയൊരു ഗിഫ്റ്റാണ്. അപ്പം ഇത് എടുക്കുമ്പോൾ അൺബോക്സ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് കുറച്ച് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം നന്ദൂട്ടനെ ഇവിടെ റെഡിയായി സെറ്റായിട്ട് നിൽക്കുവാണ് ഇവിടെ സൈഡിൽ. എന്നെ ഇപ്പം വിളിക്കും അമ്മേ എന്നുള്ള രീതിക്ക്. കാര്യം ഇത് തുറന്ന് നമുക്കൊന്ന് കാണണം. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ നന്ദൂസ്. നന്ദപ്പ ആയ ചിരിച്ച് വരുന്നുണ്ട്. വേണം തുറക്കാം. എപ്പോഴേ റെഡി ആയിരിക്കുമെന്ന് അറിയുമോ തുറക്കാൻ. അവ നോക്കിട്ട് എന്തായാലും തുറക്കാം. അത് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഗൈസ്. കാര്യം പിന്നെ ഇതൊന്ന് തുറന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇത് ഫിക്സ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് തുറക്കാം. സോറി, ഇന്ന് നന്ദൂട്ടൻ കളിക്കാനൊന്നും പോകത്തില്ല കേട്ടോ. അടുത്തും കളിക്കാനും പോകത്തില്ല, വഴക്കുണ്ടാക്കാനും പോകത്തില്ല. കാര്യം നന്ദുവിന്റെ ഫേവറേറ്റ് സാധനമാണ് ഈ വന്നേക്കുന്നത്. അല്ലേ നന്ദപ്പ? അതെ. ചേച്ചി അവിടെ ഇരുന്ന് എങ്ങനെയാ എനിക്ക് ഗിഫ്റ്റുകളൊക്കെ അയക്കുന്നതെന്ന് വെച്ചാല് ആമസോണിൽ നോക്കും, എന്നിട്ട് ഞങ്ങളുടെ അഡ്രസ്സിലോട്ട് അയച്ചു തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ചേച്ചി നാട്ടിൽ വന്നായിരുന്നു. അന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നായിരുന്നു. നമുക്ക് കാണാൻ വന്നായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ നാട്ടിൽ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചേട്ടൻ ചേച്ചിയുടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം പുള്ളിയുടെ അടുത്ത് നന്ദുവിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്തു വിടുക ഒക്കെയാണ്. ചേച്ചിക്ക് മെയിൻ ഒരാളുടെ എക്സ്പ്രഷൻ നോക്കിക്കോട്ടെ. എന്തുവാ നന്ദു ഇത്? എന്തുവാണ് ഇത്? ഇതാണ് നമ്മുടെ എൽസയുടെ ഹോമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടോയ്. ഈ ടോയ് അയക്കുന്നത് നന്ദൂട്ടനെ അറിയാം അല്ലേ നന്ദു? ശ്രീമമ്മി വീഡിയോ കോൾ വിളിച്ചപ്പോഴേ ഇവള് പറഞ്ഞതാണ്, ശ്രീമമ്മി എനിക്കിത് വേണം. എല്ലാം സെലക്ട് ചെയ്ത് രണ്ടുപേരും കൂടെ ഉള്ള പ്ലാനിങ് ആണ്. അപ്പം നന്ദു ഇത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാധനം എന്ന് വരും എന്നുള്ളത്. എന്തായാലും സാധനം വന്ന് ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ബാത്റൂമില്ല, അവള് നോക്കുമോ ഇതിനകത്ത് ബാത്റൂം ഉണ്ട്, ബാത്തപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ. എന്തുവായിരിക്കുന്നു? ബിൽസോമെന്റോ? അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. നിന്റെ ഈ സംഭവം എല്ലാരും കാണും. സെയിം ഉണ്ടാവുന്നു ഗൈസ്. എൽസയും ഉണ്ടാവുന്നു. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളി, ഭയങ്കര ക്വാളിറ്റി കേട്ടോ. നമ്മൾ ഈ ഫസ്റ്റ് ക്രൈന്നൊക്കെ പർച്ചേസ് ചെയ്യില്ലേ, ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്കിത് ഫിക്സ് ചെയ്യാം.
അപ്പോൾ ഇത് ഫിക്സ് ചെയ്യേണ്ടതല്ല, ഇതിനകത്ത് തന്നെ പേപ്പറിനകത്ത് ഉണ്ട് കേട്ടോ. നമുക്ക് അത് നോക്കി ഫിക്സ് ചെയ്യാം. സംഭവം എന്ന് വെച്ചാൽ ഇത് ഓരോ സാധനം സെറ്റ് ചെയ്യുന്നത് ഓരോ പേപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. സിങ്ക്, ബാർഡപ്പ്, ഹാങ്ങർ, ടോയ്ലറ്റ്, എല്ലാ സാധനവും ഉണ്ട്. എല്ലാം നമ്മൾ ഇതിൻ്റെ സെറ്റ് ചെയ്യണം. ഇത് വലിയൊരു ചടങ്ങാണ്. അയ്യോ, നന്ദിൻ്റെ എൽസ ഞാനിത് കാണും. മൊത്തം എൽസയാണ്, 4 എൽസ ഉണ്ട്. ഇതാരാ ഈ ചോപ്പെടുപ്പുകാരി? ഇതാണോ ആന്ന? എൽസ നീല കളർ ഡ്രസ്സല്ലേ? എനിക്ക് തോന്നുന്നപ്പോ തല മാറിപ്പോയതാണോ, മുടി വല്ലതും മാറിപ്പോയതാണോ? സംഭവം ഡ്രസ്സ് മാറിയെന്ന് തോന്നുന്നു. എൽസയുടെ മുടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അന്നയുടെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്. സംഭവം ഡ്രസ്സ് മാറിയതാണെന്ന് തോന്നുന്നു കേട്ടോ. മുടി ഇങ്ങനെയാണെന്ന് ഇരിക്കുന്നത്. എനിക്ക് പിന്നെ അറിയത്തില്ല, എപ്പോഴും കാർട്ടൂൺ കാണുന്ന ആളുകളാണ്. ഇതെന്തോ പട്ടിക്കുട്ടിയോ? എൽസയത്ത് ചോദിക്കാനോ? ഇനി ഞാനങ്ങ് പോകണം. എൽസയത്ത് ചോദിച്ചത് ആരാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് കുറേ കുട്ടികളാണ്. പിന്നീട് ഇത് ഭയങ്കര കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇത് ഫിക്സ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പേപ്പറാണ് കേട്ടോ. ഇത് X4 X2 അങ്ങനെയൊക്കെ എന്തോ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു പിടിയുമില്ല ഇതിങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇത് ഇങ്ങനെ വരണം കേട്ടോ. അത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനൊന്ന് ഇതൊന്ന് ഇരുന്നൊന്ന് നിരീക്ഷിക്കട്ടെ ഇതെങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഫിക്സിങ് തുടങ്ങാം. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് പിന്നെ ആമസോണിൽ നിന്നാണ് ഇപ്പം നമുക്ക് ചേച്ചി നമുക്ക് അയച്ചു തന്നേക്കുന്നത്. അപ്പം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റിൽ ലിങ്കായിട്ട് പറഞ്ഞാൽ മതി, ഞാനത് അയച്ചു തരാം. ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 5555 അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത്. ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ലിങ്ക് വേണവർ ചോദിച്ചാൽ മതി. ഞാനിതൊന്ന് നിരീക്ഷിക്കട്ടെ, എന്നിട്ട് നമുക്കിത് ഫിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ ഗായ്സ്, ഞാൻ എൻ്റെ കണ്ണപ്പനെ വിളിച്ച്, കണ്ണപ്പനാണ് കേട്ടോ നമുക്കിപ്പം ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. സംഭവം നല്ല പാടാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്ത് ഞങ്ങൾ ഈ ഒരു സംഭവം ഇത്രയും ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണെങ്കിൽ മുടിഞ്ഞ എക്സൈറ്റ്മെൻറ്റിലാണ്. എങ്ങനെ അമ്മ ഇങ്ങനെ ഇരിക്കും, ഈ ഫോട്ടോയിലുള്ള പോലെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടോ. നന്ദോട്ടെ പ്രേതത്തിൻ്റെ പാട്ടോ പാടിക്കേ. പുതുമഴയായി ഇപ്പോൾ ഒരു അരമണിക്കൂറിലായിക്കാണ് കേട്ടോ. അത്ര നല്ല പാടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല പാടാണ്. കാരണം ആ ബോക്സിങ് എടുത്തേ, ഇത് 3+ ഏജസ് ആണ് കൊടുത്തേക്കുന്നത്. 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ ടോയ് കണ്ടോ. കണ്ടോ 45+ സർപ്രൈസസ്. പിന്നെന്തോ 176 പീസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതും ഇത് നല്ല പാടാം. കണ്ണനങ്ങ പണിയും വീസിച്ച് നന്ദൂട്ടൻ്റെ എൽസ
ശ്രേമമ്മി ഈ വ്ളോഗ് കാണും, അന്നേരം ശ്രേമമ്മിക്ക് ഭയങ്കര ഹാപ്പി ആവും. നന്ദുട്ടിയുടെ ആന. ഓ ക്ലോസറ്റിന് നോക്ക് ബാക്കി വെക്കുന്നു. ഈ തന്നെ ക്ലോസറ്റ് നോക്കട്ടെ. ക്ലോസറ്റ് എടുത്തിട്ട് ബാക്കി വെക്കുക കേട്ടോ നൈസായിട്ട്. അങ്ങനെ കഴിച്ച് നമ്മൾ ഒരു വിധത്തിൽ ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് നേരം എടുത്തു കേട്ടോ. സ്നോമാൻ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് നേരം എടുത്തു കേട്ടോ. കണ്ണം കുറെ ചെയ്ത് തന്നിട്ട് ഇപ്പൊ എന്താ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ ഈ ബോർഡിൽ ഉണ്ട് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്കിതനുസരിച്ച് ബാക്കി കൂടെ നമുക്കിവിടെ ഇങ്ങനെ അകത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു സ്നോമാൻ വേണം. കണ്ടോ, ഇത് ക്ലോക്കിന് അതിൻ്റെ കുറച്ച് സ്റ്റിക്കറും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ഒട്ടിച്ച് സെറ്റപ്പാക്കി എടുക്കാം. സംഭവം കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് സംഭവം. ഫസ്റ്റത്തെ ഒരൊറ്റ പണിയേ ഉള്ളൂ, ഇങ്ങനെ പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കളിക്കാം. ഇനി നന്ദൂട്ടൻ ഇനി ഫുൾ ടൈം ഇനി ഇതിലായിരിക്കും കേട്ടോ. ഇത് ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സെക്ഷനിൽ വെക്കാൻ അടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എൽസയും പിന്നെ ഒരു ടേബിളൊക്കെ. അന്നാനെയോ അന്നയാണോ? ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഒരു കീബോർഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കറുകളൊക്കെ പോയി ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ ഒരു കീബോർഡ് ഇവിടെ വെച്ച് കൊടുക്കാം. അവളിരുന്ന് പാട്ട് പാടട്ടെ അല്ലേ. നമുക്കൊരു ടേബിൾ ഇവിടെ വെക്കാനുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ കൂടെയാണ് തോന്നുന്നു. അത് വെക്കാതെ ഇത് ഇത്രയും അടുത്ത് നമുക്ക് ഇവിടെ താഴെ വീണ്ടും ഒരു സ്നോമാൻ. പിന്നെ ബാത്റൂം ഉണ്ട്. ബാത്റൂം മൂത്ര ഒഴിക്കാൻ വരുമ്പോൾ അടുത്തൊരു മൂത്ര വെച്ചിട്ട് പോട്ടെ. പിന്നെ ഇനി നമുക്ക് ഇതിലിങ്ങനെ ഗ്ലാസ് ഒട്ടിക്കണം കേട്ടോ. മിററാണ്, അപ്പം ഇതിലൊരു ഹാർട്ട് ഷേപ്പിലെ ഗ്ലാസ്. ഇത് റിയൽ ഗ്ലാസ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് നമ്മുടെ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ മുഖം കാണാൻ പറ്റുന്നുണ്ട്, കണ്ണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്കിവിടെ വെക്കാം. ബാത്റൂമിലാണ് വെക്കേണ്ടല്ല, ഇതിവിടെ വെക്കണ്ട കേട്ടോ. അവിടെ നിന്റെ ഒരു എൽസ വെച്ചോ. അവിടെ എവിടെയെങ്കിലൊക്കെ വെക്കടേ, എവിടെയെങ്കിലൊക്കെ വെക്കാം. അടുത്ത ഇതാണ് കേട്ടോ. അടുത്ത ഇത് സംഭവം ഇത് ഇളക്കിയിട്ട് റിയൽ കണ്ണാടിയാണ്. നമുക്ക് മുഖമൊക്കെ നോക്കാൻ പറ്റും. സൂപ്പർ. അയ്യോ അത് വാഷ് ബേസ് ആയിരുന്നു കേട്ടോ. എങ്കിൽ തന്നെ അതിൽ ഇനി വാഷ് ബേസ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇതെങ്ങനെ ഇനി നമുക്ക് പൈപ്പ് വെക്കണം. പൈപ്പ് എവിടെയെന്ന് നോക്കി ഇതൊന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. പൈപ്പ് ഇതിലേതാണ് പൈപ്പ്? അങ്ങനെ പറയാതെ അതൊന്നുമല്ല, ഇതാണെന്ന് തോന്നുന്നു പൈപ്പ്. വരുന്നില്ലല്ലോ. ഇത് തന്നെ പൈപ്പ്. ഈ പൈപ്പ് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പൈപ്പ് നമ്മൾ വെച്ച് കൊടുത്തു. ഇത് ഇതോടെ വെക്കാനുള്ള ഇവിടെ വെക്കാനുള്ള കേട്ടോ. നമുക്ക് ഇനി അവിടെ ഒരു ചെയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗൈസ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. നന്ദൂട്ടൻ ഇപ്പോഴേ ഇതാ കളി തുടങ്ങി. ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് കണ്ടോ. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കീബോർഡ് ഇതാ പുറത്ത് സംഭവം. ഇത് ടി വിയൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ.
കട്ടില് അങ്ങനെയുള്ള സംഭവങ്ങൾ, ബാത്റൂം, ടോയ്ലറ്റൊക്കെ ഉണ്ടോ. അടുത്തത് കൈ കഴുകാനുള്ള സംഭവം, അടിപൊളി എല്ലാം ഉണ്ട്. ഇവിടെ ബാർഡപ്പ്, ചെറിയൊരു ബാത്റൂം സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു കുതിര വണ്ടിയൊക്കെ വെളിയിലുണ്ട്. അന്തൂട്ടിനോട് പിന്നെ ഭയങ്കര കളിയാണ്. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അതാ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് വരുന്നതാണ്. നമ്മളത് ഫിറ്റ് ചെയ്ത് സെറ്റപ്പാക്കി വെക്കണം. അപ്പോൾ ആവശ്യമുള്ളൊരു ലിങ്ക് ഒന്ന് ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, നമ്മൾ ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടിപൊളിയായല്ലേ നന്ദു? ഇഷ്ടമായോ? അവൾ നോക്കുന്നില്ല, തിരിഞ്ഞു നിന്നാൽ കൈ തരുന്നത് തന്നെ. അപ്പോൾ അടിപൊളിയായി. എന്തോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോയും കാര്യങ്ങളായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ നന്ദു, ബൈ കൊടുത്തേ. ബൈ.